സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. 78 ലക്ഷം രൂപയുടെ ക്ഷേമനിധി ബോർഡ് വിഹിതം ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു. ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ സംഗീതിനെതിരെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിൽ പരാതി നൽകി. 24 എക്സ്ക്ലൂസീവ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് സംഘമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീത നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത്. 2018, 19, 20 കാലയളവിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത തിരിമറി നടത്തിയത്. 63 ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത് മാറ്റിയത്. സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ സംഗീത് പൂഴ്ത്തിയതായും ആരോപണമുണ്ട്. വലിയൊരു സാമ്പത്തിക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഏകദേശം കോടികളുടെ ക്രമക്കേടുകൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന രേഖകളൊക്കെ കൂടാതെ തന്നെ ഇയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വകുപ്പുതല അന്വേഷണം മാത്രം പോരാ, അത് ബന്ധപ്പെട്ട ഏജൻസികൾ, സർക്കാർ ഇത് ഗൗരവമായിട്ട് എടുത്ത് തന്നെ ഗൗരവമായി ഇതിനെ അന്വേഷിക്കേണ്ടതുണ്ട്. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ 14-ാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ വ്യാജമുദ്ര ഉണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് 6 മാസം മുമ്പ് സംഗീതിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പും പുറത്തുവരുന്നത്. സംഗീത് കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ വിജിലൻസും ലോട്ടറി വകുപ്പും സംഗീതിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം.